ദിവസം നടന്ന വുമൺ എക്സൈസ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ കീ ആയിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യനും ആൻസേഴ്സിലോട്ട് കൊണ്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇത് പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർ പേപ്പറാണുള്ള ആൻസർ കീ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ കാലഗണനാക്രമം ഏത്? കാലഗണനാക്രമം ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നടന്നത് ആറ്റിങ്ങൽ കലാപമാണ്, രണ്ടാമത് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, മൂന്നാമത് കുളച്ചൽ യുദ്ധം, നാലാമത് ശ്രീരംഗപട്ടണ ഉടമ്പടി. ഓർഡർ എന്ന് പറയുന്നത് അതാണ്. ആറ്റിങ്ങൽ കലാപം ആദ്യം നടക്കുന്നു, പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം നടത്തുന്നു, കുളച്ചൽ യുദ്ധം നടന്നു, അതിനുശേഷമാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി. സോ ആൻസർ സി ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ്. തെറ്റായ ജോഡി എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ എന്നുള്ളത് തെറ്റാണ്. ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ഭടാനന്ദനെയാണ് കേട്ടോ. ആര്യ സമാജം പണ്ഡിറ്റ്കാർക്കൻ അത് ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ അതും ശരിയാണ്. യോഗക്ഷേമ സഭ അയ്യങ്കാളി അത് തെറ്റാണ്. യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാടിനെയാണ് കേട്ടോ. സോ തെറ്റായിട്ടുള്ള ജോഡി എ ആണ്. 1, 4 തെറ്റാണ്. താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. തെറ്റാണ്. ജനറൽ ഫത്താനാണ് കേട്ടോ. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധി വിശേഷിക്കപ്പെട്ടു. ശരിയാണ്, അങ്ങനെയാണ് അവധിനെ വിശേഷിപ്പിക്കപ്പെട്ടത്. നെക്സ്റ്റ് തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. അത് ശരിയാണ്. ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രം വരച്ചത് ജോൺസ് ബാർക്കറാണ്. തോമസ് ജോൺസ് ബാർക്കറാണ് വരച്ചത്. അത് തെറ്റാണ് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. 1859 ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയൽ എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 1857 മെയ് 10 മീററ്റിലാണ് കലാപം പുറപ്പെട്ടത്. അത് ശരിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് 2ഉം 4ഉം ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. ബന്ധമില്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. 1922 ചൗരിചര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്താവന നിർത്തലാക്കി. അത് ശരിയായ പ്രസ്താവനയാണ്. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1930 മാർച്ച് 12 ഗാന്ധിജി അനുയായികളും ദണ്ഡിയാത്ര നടത്തി. അപ്പോൾ ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുമ്പോൾ 1922 ചോരിചര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്താവന നിർത്തലാക്കി എന്നുള്ളതാണ് അവിടെ ബന്ധമില്ലാത്ത പ്രസ്താവന. സോ ഓപ്ഷൻ സി ഈസ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 1922 ചോരിചര സംഭവം എന്നുള്ളത്. ഓക്കെ. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ അത് ശരിയാണ്. ലോങ് മാർച്ച് സൺ യത്ത് സെൻ തെറ്റാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 അത് ശരിയാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് വോൾട്ടയറിൻ്റെ അല്ല. ഓക്കെ. റൂസോയുടെയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. എമിലി സോഷ്യൽ കോൺട്രാക്റ്റ് ഇതൊക്കെ റൂസോയുടെ വർക്കുകളാണ്. അപ്പോൾ സോ ഇവിടെ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായി തെറ്റാണ്. 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമായിരുന്നുള്ളത് തെറ്റാണ്. വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യ തലവന്മാർ ഉണ്ടായിരുന്നില്ല. അത് ശരിയാണ് കേട്ടോ. തലവന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അതും ശരിയാണ്. സോ 3, 4 എന്നുള്ളതാണ് ഇവിടുത്തെ ശരി. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാകുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാകുന്നു. അത് ശരിയാണ്. ഭീമ കേന്ദ്രത്തിൽ നിന്നുള്ള അകലവും ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാകുന്നുള്ളതും ശരിയാണ്. സോ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ലവണജല തടാകം ഉത്തരപർവ്വത മേഖലയിലുള്ളതാണ്. ഉത്തരപർവ്വത മേഖലയിൽ കാണുന്ന ലവണജല തടാകമാണ് പാങ്സോ തടാകം. പാങ്സോ തടാകമാണ് ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം. പാങ്സോ തടാകം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? അത് 10 ഡിഗ്രി ചാനലാണ്. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. തെറ്റാണ്. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞു പുനഃപരലീകരണം സംഭവിക്കുന്നു. അത് ശരിയാണ്. സമ്പർക്ക കായാന്തരീകരണത്താൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. അത് തെറ്റാണ് കേട്ടോ. അപ്പം സോ ശിലകൾക്ക് പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നത് ബലതന്ത്ര കായാന്തരീകരണത്താലാണ് കേട്ടോ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിക സൂചി അനുസരിച്ച് ഏറ്റവും ദരിദ്രരായ രാഷ്ട്രം ഏതാണ്? അത് സൊമാലിയാണ് കേട്ടോ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടത് ശരിയായ പ്രസ്താവന ഏതാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും രണ്ടും ശരിയായ പ്രസ്താവനയാണ്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തതേത്? ഉദാരവൽക്കരണമുണ്ട്, സ്വകാര്യവൽക്കരണമുണ്ട്, ആഗോളവൽക്കരണം, വ്യവസായവൽക്കരണം ഇല്ല കേട്ടോ. അപ്പോൾ പെടാത്തതെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. പുത്തൻ സാമ്പത്തിക നയത്തിൽ പറയുന്നത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരി അല്ലാത്തത് ഏത്?
ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലോബിസാണ്. അത് ശരിയാണ്. സോവിയറ്റ് മാതൃകയുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതും ശരിയാണ്. 1947 ഇന്ത്യയിൽ പ്ലാനിങ് ആരംഭിച്ചെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 3 ഇവിടുത്തെ ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച, സ്വശാസ്ത്രയത്വം, നീതി, നവീകരണം. ഇതെല്ലാം എന്താണ്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തതാണ് നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നുള്ളത്. കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ കറൻസി നോട്ട് അച്ചടിച്ചെടുക്കുക ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 3. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവനാണ്. അത് ശരിയാണ്. സ്ഥാപിതമായത് 2015 ജനുവരി 1 അതും ശരിയാണ്. നിലവിലുള്ള CEO പരമേശ്വർ അയ്യർ എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ C ഇസ് ദ റൈറ്റ് ആൻസർ. ആസ്ഥാനം നീതി ഭവൻ, സ്ഥാപിതമായത് 2015 ജനുവരി 1. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതല്ല? വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. അപ്പം ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത് 2, 3 ഇവിടെ അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അനുയോജ്യമല്ലാത്തത് വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരുന്നുള്ളത് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ്. വോട്ടിംഗ് ശതമാനം അനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നുള്ളതും ശരിയല്ല. വോട്ടിംഗ് ശതമാനം അനുസരിച്ചല്ല അല്ലേ, വോട്ടിങ്ങിൻ്റെ എണ്ണം അനുസരിച്ച്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് C ആണ് കേട്ടോ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്, സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള അവകാശമുണ്ട്, സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം ഉണ്ട്. ഈ 3 മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാണ്? ഇത് 3 മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഇവിടെ. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. കാരണം പ്രമേയം പാസ്സാക്കിയാൽ മന്ത്രിസഭ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്, നിലവിലെ മന്ത്രിസഭ തുടരത്തില്ല. അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. സോ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1, 3 ശരിയല്ലാത്ത പ്രസ്താവന. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. അത് ശരിയാണ്. കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. ശരിയാണ്. അതുപോലെ മൗലിക അവകാശങ്ങൾ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. അതും ശരിയാണ്. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് 356 വകുപ്പ് പ്രകാരമാണ്. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 300A മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? 4A താഴെ പറയുന്നവയിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? ട്രേഡ് യൂണിയനുകളിലാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ട്രേഡ് യൂണിയൻ. അമേരിക്കയിലെ റിപ്പബ്ലിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആനയാണ്. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? പ്രത്യുത്ഥാനം പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപ മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളിക്കുന്നത്? അത് വയോജനങ്ങളെയാണ്. 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി കേരളീയം പദ്ധതിയാണ്. 15 തൊട്ട് 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കേരളീയം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? അത് സ്നേഹരാമം പദ്ധതിയാണ്. മാലിന്യമുക്ത കേരളത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹരാമം പദ്ധതി. താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് ഏറ്റവും മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? അത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാട്ടോട്രോപ്പിനാണ്. ഓക്കെ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാട്ടോട്രോപ്പിൻ. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? റൈനോ വൈറസ്. ജലദോഷത്തിന് കാരണമായ രോഗകാരിയാണ് റൈനോ വൈറസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം. അത് ഗൗട്ടാണ് കേട്ടോ, ഗൗട്ട്. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫീമെയിൽ അനോഫിലസ് കൊതുകുകളാണ് മലേറിയ രോഗം പരത്തുന്നത്. ഫീമെയിൽ അനോഫിലസ് കൊതുകുകൾ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ്. ടോയ്ലറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യമാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലം ബ്ലാക്ക് വാട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏതെല്ലാം? നീളത്തിൻ്റെ യൂണിറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. അത് പ്രകാശവർഷവും പാഴ്സെക്കും ആണ് കേട്ടോ. ലെങ്തിൻ്റെ യൂണിറ്റുകളാണ് പ്രകാശവർഷവും പാഴ്സെക്കും.
ക്രിക്കറ്റ് കളിയിലെ ഒരു ബാറ്റ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാൽ സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് ഏതാണ്? 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബവേഗ ഘടകവും തിരശ്ചീന വേഗ ഘടകവും തുല്യമായിരിക്കും. ഓക്കെ, ലംബവേഗ ഘടകവും തിരശ്ചീന വേഗ ഘടകവും തുല്യമായിരിക്കും എന്നുള്ളതാണ് 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെട്ടിരിക്കുന്നത്? കേശികത്വമാണ് കേട്ടോ, കേശികത്വം. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഏതെല്ലാം? എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളുമാണ്. അപ്പോൾ എക്സോ പ്ലാനറ്റുകളെയും ധൂമകേതുക്കളെയും എക്സോസാറ്റിന് പഠന വിധേയമാക്കാൻ പറ്റത്തില്ല. എക്സ്റേ പോളറിമെട്രി വഴി പഠന വിധേയമാക്കാൻ പറ്റത്തില്ല. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? താഴ്ന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലുമാണ് യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത്. താഴ്ന്ന മർദ്ദത്തിലും ഉയർന്ന ടെമ്പറേച്ചറിലും. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? അത് 1 × 10⁻³ മോളാർ ആയിരിക്കും. 1 × 10⁻³ മോളാർ. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ ആയത് ഏതൊക്കെ? സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ ആയത് ഏതൊക്കെയാണ്? സോഡിയം അയോണും ഫ്ലൂറിൻ അയോണും അതുപോലെ തന്നെ O2- Mg2- ഇത് രണ്ടുമാണ് സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങൾ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനിലാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? മിഷൻ സുദർശൻ ചക്രയിലാണ്. വിഖ്യാത ചിത്രകാരൻ രാജ രവിവർമ്മയുടെ പുത്രനായ M. രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാനായിരുന്നു M. രാമവർമ്മ രാജ. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത് ടീം ക്യാപ്റ്റനായിരുന്ന ഹർമൻപ്രീത് കൗർ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ്. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏത്? മോഹിനിയാട്ടമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭമാണ് മലയാളം മിഷൻ. മാത്സ് പോർഷനാണ്. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10-11 മാർക്ക് കൂടുതലും 2-3 പരീക്ഷകളിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ്? ആൻസർ 68 എന്നാണ്. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം 100 cm² ആണ്. അതിൻ്റെ ഡയഗണലിന് വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 50 π cm² ആണ്. 15.625 ക്യൂബ് റൂട്ട് എത്രയാണ്? ആൻസർ ആയിട്ട് വരുന്നത് 5/2 ആണ്. 54-ാമത്തെ ക്വസ്റ്റ്യന് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ വരുന്നത് X എന്നാണ് കേട്ടോ. 55-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു വാസ്തുശില്പഘടനയാണ്. അതിൻ്റെ ആരമാണ് തന്നിരിക്കുന്നത്. എയിൽ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലുമായി മാറി മാറി കേന്ദ്രമുള്ള തുടർച്ചയായ അർദ്ധവൃത്തങ്ങളാൽ നിർമ്മിതമായ 13 അർദ്ധവൃത്തങ്ങൾ ചേർന്ന അത്തരമൊരു വാസ്തുശില്പഘടനയുടെ ആകെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. ആകെ നീളം കണക്കാക്കുമ്പോൾ കിട്ടുന്നത് 143 സെൻറ്റിമീറ്ററാണ്. 56-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 20 എന്നാണ് കേട്ടോ. 57-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 164 ആണ്. 58-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 59 വരുന്നത് ഓപ്ഷൻ ബി ആണ്. 60-ാമത്തത് വരുന്നത് 48 എന്നാണ് പ്രായം. നെക്സ്റ്റ് ഇംഗ്ലീഷാണ്. ദ ട്രഷർ വാസ് buried dash an old
oak tree. Answer beneath. Few people understood. Answer did they ആണ് കേട്ടോ. Did they. Few വന്നതുകൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസ്. സോ did വരും. Did they. He dashed the documents before signing. Locked over എന്നാണ്. He made a dash talking to his friends loudly during the ceremony. Fox pass ആണ്. The teacher made them write an essay. Can be reframed as they were made to written an essay. Between you and dash this plan might fail me. You dash understood it better if you had listened carefully. Would have. He bought a UFO toy. The bikers had a moonlit rendezvous. That designer dress cost her an arm and a leg means the dress is extremely costly. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം. വിഡ്ഢിത്തം. വില്ല് എന്ന അർത്ഥം വരാത്ത പദം. അമ്പ്. ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതം. കൃപണൻ. പെരുമ്പറ. പെരുമ്പറ മീൻസ് പെരും അധികം പറ. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗം. കർത്തൃ. ബഹുവചനത്തിന് ഉദാഹരണം. മിടുക്കർ. അഞ്ചാറ്. അഞ്ചോ ആറോ. വയറ്റത്തടിക്കുക. സന്തോഷിക്കുക. പുത്രൻ്റെ ഭാര്യ. സ്നുഷ. ടു റൂട്ട് ഔട്ട്. ഉന്മൂലനം. നെക്സ്റ്റ് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. അത് ഞാൻ തൽക്കാലം പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് ജനറൽ ചോദ്യങ്ങളും ആൻസറുകളും. ഇത്രയും ക്വസ്റ്റ്യനും ആൻസറും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ